അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഫാനിന്റെ ശബ്ദം ഡിസ്റ്റർബായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ ആ ഒരു പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു കേട്ടോ. ഫാനൊന്നും ഇല്ലാതെ ഞാൻ ചൂടത്ത് നിന്ന് വെന്തുരുകിയിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അതൊക്കെ പോട്ടെ. ഞാൻ രാവിലെ തന്നെ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. 2 ദിവസമായി ചെടികളൊക്കെ വെള്ളമൊക്കെ കണ്ടിട്ട്. അപ്പോൾ അവർക്ക് ആദ്യം തന്നെ അന്നദാനമൊക്കെ കൊടുത്തിട്ട് നമുക്ക് നമ്മളെ ബാക്കി പണികൾക്കൊക്കെ കിടക്കാം. അപ്പോൾ ഇന്നലെ ക്ലോക്കിൽ കുത്തി കൊടുത്തതിൻ്റെ മുല്ലപ്പൂവൊക്കെ ആകെ വാടിയിട്ടുണ്ടേനി. അപ്പോൾ അതൊക്കെ ഞാൻ വലിച്ചിട്ടിട്ടോ. ക്ലോക്ക് ഇന്നലും കുറച്ചൊക്കെ ഇതൊക്കെ ആയിട്ടുണ്ടേനി. മക്കൾ ഓരോന്നൊക്കെ വെച്ച് തേമ്പിയിട്ടേ. അപ്പോൾ അത് ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കും വെള്ളം നനച്ചു കൊടുത്തിട്ടുണ്ടേനി. സംഗതി ആൾ ഓടണമൊന്നുമില്ലല്ലോ. പക്ഷേ ആള് എന്നാലും ലുക്ക് ആയതുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ വെച്ചിനെ. ക്ലോക്കിന്റെ ലിങ്ക് എന്നോട് കുറേ ആളുകൾ ചോദിച്ചിനെ ലിങ്ക് കിട്ടാൻ വല്ല വഴി ഉണ്ടോ എന്നുള്ളത്. ഈ സെയിം സാധനം സെയിം കമ്പനി ഫ്ലിപ്പിലുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കണം. ഇന്നിപ്പോ ഞാൻ ഉണ്ടാക്കണത് മുട്ട റോസ്റ്റും ചപ്പാത്തി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പൊ മുട്ട നമുക്ക് പൊയിങ്ങെടുക്കണം. അതിന് നമുക്ക് അഗാരോന്റെ എഗ് ബോയിലറിൽ ചെയ്യാട്ടോ. ഇതിനിങ്ങനെ അളവ് പാത്രമൊക്കെ ഉണ്ട്. നമുക്ക് ഞാൻ മുട്ട പുഴുങ്ങിയെടുക്കില്ല, മറ്റേ രീതിയിൽ സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ അതിനുള്ള അളവിനുള്ള കൊടുത്തിക്കണ്. കാണുന്നുണ്ടോ ഒരു എന്താണ് കൊടുത്തിക്കണ് കേട്ടോ. ML അളവൊക്കെ കൊടുത്തിക്കണ്. അപ്പം അതിനനുസരിച്ചിട്ട് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ സാധനം വെച്ച് കൊടുക്കുക. അതിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിലൊരു 4 ഒരു സമയം ഉണ്ടാക്കാം. അതൊക്കെ ഒരു തുള്ളി എണ്ണയോ ഓയിലോ എന്തേലും ഒന്നാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കിട്ടൂല കേട്ടോ. ഒട്ടിപ്പിടിച്ച് നിൽക്കും. അപ്പം അതിക്ക് മുട്ട ഇങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ചെയ്യാം. പക്ഷേ നമുക്ക് ഇതിക്ക് ഇടാനല്ലേ, മുട്ട റോസ്റ്റൊക്കെ ഇടാനല്ലേ. അപ്പം പിന്നെ കുഴപ്പമില്ല. അപ്പം ഞാൻ അതവിടെ ഓണാക്കി കൊടുത്താൽ മതി. അത് താനേ സമയമാകുമ്പോൾ താനേ ഓഫ് ചെയ്യും. അതിൽ വെള്ളം കഴിയുമ്പോൾ താനേ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും. അപ്പം അത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് ചൂടാറട്ടെ. അപ്പോൾ തന്നെ നമുക്ക് മുട്ട റോസ്റ്റൊക്കെയുള്ള സാധനങ്ങൾക്ക് സെറ്റാക്കി എടുക്കാം. അപ്പം ഞാൻ ചെറുതാക്കിയിട്ട് സവാള ഗിരി അരിഞ്ഞെടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം ഒന്ന് ചത്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തക്കാളി ഒന്ന് ഗിരി ആക്കിയെടുക്കാം. തക്കാളി കഴിഞ്ഞിട്ടുണ്ടേനി. പിന്നെ ഒരു ഇത്തിരി കുഞ്ഞനുണ്ടേനി. ഓനെ ഞാൻ അവിടെ ഇവിടെയും കേടലോടൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞ് ഓനെ ഞാൻ അരിഞ്ഞെടുത്തിക്കണം കേട്ടോ. പിന്നെ ഇങ്ങനെ ഒന്ന് ചൂടാറിയ ചിലപ്പോൾ ഇങ്ങനെ തട്ടിയിലൊക്കെ കിട്ടും. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ തട്ടിയിട്ട് കിട്ടിയില്ലെങ്കിൽ സ്പൂണോണ്ടൊന്ന് സൈഡൊന്നും ഇങ്ങനെ വിഴിച്ചെടുത്താൽ സാധനം സിമ്പിളായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇനിയത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം. സാധാ പൊങ്ങിട്ടാലും മതിയോ. ഇത് ഞാനിങ്ങനെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഒരു ഇതിലല്ലേ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊക്കെ വെന്ത് ചത്ത് എന്ന് പറഞ്ഞ വാരിയായിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ ഞാൻ അതിലേക്ക് പൊടികൾ ഇട്ടിട്ടുണ്ടെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും പിന്നെ കുറച്ച് പെരുംജീരകത്തിന് പൊടിയും കേട്ടോ. എല്ലാവരും കൂടി ഒന്ന് തട്ടിക്കൂട്ടി മിക്സ് ചെയ്ത് തക്കാളിയും വേവിച്ച് പിന്നെ ഞാൻ പാലാണ് ചേർത്തത് കേട്ടോ. ഇനി ഫ്രഷ് ക്രീമോ എന്തെങ്കിലുമൊക്കെ തേങ്ങ അരച്ച് വയ്ക്കേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ മുട്ടയൊക്കെ ഇട്ട് അത് സെറ്റാക്കി എടുത്തിട്ടുണ്ടേനി കേട്ടോ. പിന്നെ അതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടേനി കേട്ടോ. ഒരു പണി എടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ വേറെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് പെട്ടെന്ന് ആവേണ്ടതുകൊണ്ട് ഞാൻ അതങ്ങോട്ട് തട്ടിപ്പടിഞ്ഞ് ഇങ്ങോട്ട് ഉണ്ടാക്കും കേട്ടോ. ഒരു സാവധാനത്തിൽ ഉണ്ടാക്കാനുള്ള സമയമൊന്നും എനിക്ക് ഉണ്ടാവില്ല. ഞാൻ 6 മണിക്കാണ് കയറുക. 7:30 ആകുമ്പോഴത്തേന് എല്ലാതും റെഡി ആവണം. പിന്നെ വീഡിയോ എടുത്ത് വരുമ്പോഴാണ് കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു സമയമാകുമ്പോഴത്തേനൊക്കെ എങ്ങനെയായാലും ആവും. വീഡിയോ എടുക്കുമ്പോഴാണ് എനിക്ക് സമയം തികയാത്ത പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളെ അയൺ കടായിന്ന് ഞാൻ ഇത് വേഗം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ സമയം വെച്ചാൽ ചിലപ്പോൾ ഈ മുട്ടക്കറിക്ക് ഈ കളറ് കിട്ടൂല, ഒരു ബ്ലാക്ക് കളർക്ക് മാറും. പിന്നെ ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ ആ ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ കുഴച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. സവോളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് ഞാൻ വേഗം ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം വെച്ചിട്ട് പിന്നെയാണ് ഞാനത് പരത്തിയെടുക്കുന്നത് കേട്ടോ.
ഒറ്റക്കായതുകൊണ്ട് പാട്ടും മൂളി ഇങ്ങനെ പണിയെടുത്തപ്പോഴാണ് വേറൊരാളവിടെ നീച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ജനിക്കുട്ടനാണ്. അപ്പം ക്യാമറ അവിടെ വെച്ചിട്ട് തല മാറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തല മാറ്റൂല, വേണമെങ്കിൽ ക്യാമറ അവിടെ നിന്ന് മാറട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ഓനും ക്യാമറനെയും ഒരു വിധത്തിൽ ബാലൻസ് ചെയ്ത് ഞാൻ ചപ്പാത്തി വേഗം ചുട്ടെടുക്കട്ടെ. ചിലര് കാണാ ചപ്പാത്തി പരത്തലും ചുടലും ഒരേ സമയം നടത്തണം കേട്ടോ. എനിക്ക് ആ ഒരു കാര്യത്തിൽ ഇതുവരെ ബിരുദം കിട്ടിയിട്ടില്ല. ഞാൻ ചപ്പാത്തി എല്ലാതും പരത്തി വെച്ചതിന് ശേഷം പിന്നീട് ചുട്ടെടുക്കാണ്ട് ചെയ്യുക. ഞാൻ ഒന്നിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ചപ്പാത്തി കരിഞ്ഞു പോലുണ്ട്. ഇന്നലെ ഇവിടെ ഒരാളെ വിരുന്നേനി കേട്ടോ. ഇവര് രണ്ടാള് ഏത് നേരം ഒപ്പം വർത്താനം പറഞ്ഞിട്ട് നീക്കാരം. പക്ഷെ എന്നിട്ട് ഇന്നലെ ഇവിടെ വിരുന്ന് നിന്നിട്ടും ഇവലെ വർത്താനം തീർന്നിട്ടില്ല. രാവിലെ നീച്ച് മദ്രസ പോകാൻ വേണ്ടി നീപ്പിച്ചതാണോലെ. എന്നിട്ട് രാവിലെ നീച്ചിട്ടും കുറെ സമയം വർത്താനം പറിച്ചില്ല തന്നെയാ. അങ്ങനെ വർത്താനം പറഞ്ഞ് ലാസ്റ്റ് മദ്രസക്ക് പോവാൻ വരെ നേരം വൈകിട്ടുണ്ടായിരുന്നു. മദ്രസ ബെല്ലടിച്ചിട്ട് ഒച്ച കേട്ടിട്ട് ഫർദി കൈ പിടിച്ചിട്ട് ഓടി കണ്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാളും. അങ്ങനെ ഓൾക്ക് ചായ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ ഇടയിലൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ചപ്പാത്തിക്ക് ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനും നമ്മളെ മുട്ട റോസ്റ്റും ചപ്പാത്തിയും കൂട്ടി ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായയുടെയും കൂടി കഴിഞ്ഞപ്പോ പിന്നെ എന്റെ അടുക്കള ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് മാതിരി ആയിക്കണ് കേട്ടോ. ഇഷ്ടം പോലെ പാത്രങ്ങൾ നിരന്നിക്കണ്. അപ്പൊ ഞാനിതൊന്ന് പെട്ടെന്ന് ഇതിങ്ങനെ കേക്ക് വേഗം ക്ലീനാക്കി എടുക്കട്ടെ കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ അടുപ്പത്ത് ചോറിനുള്ള അരിയൊക്കെ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അരി ഞാൻ ചോറിപ്പോൾ ഞാൻ പുറത്ത് തന്നെയാണ് വയ്ക്കല്. ഉമ്മനോട് എപ്പോൾ വിളിച്ചുമ്പോഴും പറയലുണ്ട് മഴക്കാലം മഴ പെയ്ത് തുടങ്ങുമ്പോഴത്തേന് ആ വിറകൊക്കെ കത്തിച്ച് കഴിക്കണേ എന്നുള്ളത്. ഇവിടെ ഇപ്പച്ചി മോനും DJ ഒക്കെ ഇട്ടിട്ട് നല്ല ഡാൻസും പരിപാടിയൊക്കെയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ വന്നപ്പോഴേ ഡിസ്റ്റർബ് ആകാതെ പോയിക്കോളൂ എന്നും പറഞ്ഞിട്ട് ഇന്നെ അവിടെ നിന്ന് ഒളിച്ചിട്ടിക്കണേ. ഇന്നിപ്പോ മുല്ലപ്പൂ പറിച്ചുകൊണ്ടാനും ക്ലോക്കിന് ചൂടി കൊടുക്കാനൊന്നും വലിയ മൂടൊന്നുമില്ല. മക്കള് പറിച്ചോണ്ടത് തേനിട്ടോ. നീ മോളും പോയി പറിച്ചോണ്ടത് തേനെ. അപ്പൊ അത് പറിച്ചുകൊണ്ടെന്ന് ഓല് പിന്നെ അത് കോർക്കണമൊന്നും കണ്ടില്ല. അപ്പൊ ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് അട വെച്ചതാണ് കേട്ടോ. അതിന്റെ സ്മെല്ല് നല്ലൊരു ഇതല്ലേ. അപ്പൊ പിന്നെ ഞാനത് അങ്ങനെ ഒരു പാത്രത്തിലാക്കി വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോ ലഞ്ചിനുള്ള കറികളൊക്കെ ഉണ്ടാക്കി എടുക്കണം. അപ്പൊ ഞാന് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും പിന്നെ ഒരു കറി ഉണ്ടാക്കണം. മീന് മസാല വറ്റിച്ചുണ്ട്. അപ്പൊ അത് പൊരിക്കും വേണം. അങ്ങനെ അതാണ് ഇന്നത്തെ പരിപാടികൾ കേട്ടോ. ചോറടുപ്പത്ത് വന്നിട്ടില്ല. തൽക്കാലം നമുക്ക് ഗ്യാസുമ്മ തന്നെ ഉണ്ടാക്കാട്ടോ. ഗ്യാസിന് പുതിയ തോക്കൊക്കെ വാങ്ങിക്കണം കേട്ടോ. അത് ഇപ്പോഴാണ് വാങ്ങിയത് കേട്ടോ. ഇപ്പൊ സോപ്പും പൊടിന്റെ ആള് വന്നപ്പോ ആളടുത്തുണ്ടായപ്പോ ഞാനത് വാങ്ങിച്ചത് ഇനി കേട്ടോ. അപ്പൊ ഞാൻ ഉപ്പേരിയും കറികളൊക്കെ ഉണ്ടാക്കാൻ ഈ ഒരു കടായി തന്നെയാണ് ഉപയോഗിച്ചത്. ഉപ്പേരി ഉണ്ടാക്കാൻ ഇത് പ്രത്യേകിച്ചും നല്ലതാണ് കേട്ടോ. നമുക്ക് തോനെ വെള്ളം വെക്കാതെ ആ ഒരു ഉപ്പേരിക്കൊരു ഇതുണ്ടല്ലോ, ആ ഒരു മയത്തിൽ ഇങ്ങോട്ട് കാര്യം സെറ്റായി കിട്ടും കേട്ടോ ഈ ഒരു ചട്ടിയിൽ. അതുകൊണ്ട് ഞാൻ ഉപ്പേരിക്ക് ഇത് തന്നെ ഉണ്ടാക്കി. അപ്പോൾ കടുകിട്ട് പിന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും സവോളയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിന്, അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചേർത്തത് മറ്റേ ക്രഷ്ഡ് ചില്ലി ഇവിടെ ഉണ്ടായതുകൊണ്ട് അത് ചേർത്തതാണ് കേട്ടോ. അത് ചേർക്കുമ്പോൾ ഒരു കാണാനൊരു പഞ്ചൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ചേർത്തതാണേ. ഉപ്പും നമ്മളെ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ട് അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിക്കണം കേട്ടോ. പിന്നെ ഒരു മുക്കാ ഭാഗം ചെത്തി തിന്നൊരു മാങ്ങ ഉണ്ടേനി. ചെത്തി തന്നതല്ല, ഇതിന്റെ പകുതി ഒരു ഭാഗം ഞാൻ ഇന്നലെ മീൻകറിക്ക് എടുത്തിട്ടുണ്ടേനി കേട്ടോ. പിന്നെ അതിന്റെ ഒരു ചെറിയ പീസ് മക്കള് ഇതാക്കിയിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ ഞാൻ തൊലി ചെത്തി കളഞ്ഞേക്കണ്. തൊലി ഭയങ്കര കട്ടിയാണ് കേട്ടോ. മീൻകറിക്ക് തന്നെ പിന്നെ എനിക്ക് തോന്നി അത് തൊലി കളഞ്ഞിട്ടാ മതിയേനി ഒന്ന്. തൊലിക്ക് മാതിരി കട്ടിയേനി കേട്ടോ. ചട്ടിയില് വെളിച്ചെണ്ണ ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയേ. ഞാന് ഇത് വഴറ്റാനുള്ളതും ലാസ്റ്റ് തൂമിക്കാനുള്ളതും കൂടിയുള്ള വെളിച്ചെണ്ണ ഒന്നിച്ചങ്ങോട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ അതിന് കുറച്ച് ഇങ്ങോട്ട് തന്നെ കോരി എടുത്തു കേട്ടോ. ഇത് വഴറ്റാൻ ഇപ്പം അത്രയൊന്നും വേണ്ട, ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട. ഒക്കെ ഒന്ന് കരുതി സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് നല്ലതാ. എന്നോട് ഒരാൾ മെസ്സേജ് അയച്ചു കണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ മണി മാനേജ് ചെയ്യണത് എങ്ങനെയാണ്, പൈസന്റെ ആ ഒരു മാനേജ്മെന്റ് കരുതി ഉപയോഗിക്കണം എന്നൊക്കെ ഞാനിങ്ങനെ പറയുമ്പോഴേ അങ്ങനെ എന്നോട് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നൊരു വീഡിയോയിൽ ഞങ്ങൾക്ക് അങ്ങനെ ടിപ്സും ട്രിക്സ് ഒക്കെ പറഞ്ഞു തരുമോ, ഓരോന്നും പൈസ എങ്ങനെ സൂക്ഷിച്ച് ഉപയോഗിക്കാം എന്നുള്ളതൊക്കെയാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പം കുറച്ച് ദിവസം മുന്നേ പറഞ്ഞതാണേ. ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ചെയ്യാം. ഞാനും അത് ആ ഒരു കാര്യത്തിലൊക്കെ ഇങ്ങനെ പഠിച്ച് വരുന്നുള്ളൂ. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഭയങ്കര നല്ല കുട്ടിയായിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ ഒരുവിധമൊക്കെ കൺട്രോൾ ചെയ്ത് ഞാൻ ഉപയോഗിക്കലുണ്ട് കേട്ടോ.
അപ്പൊ അതാ നമ്മൾ ചോറും കറിയും കാര്യങ്ങളൊക്കെ ആയി. അപ്പം ഉച്ച കഴിഞ്ഞ് കുഞ്ഞുട്ടിക്ക് പണിയുണ്ട്. അപ്പൊ കാക്കാക്ക് വേഗം ചോറൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ നല്ല വിശപ്പും വേണം, അപ്പോഴേ ഉള്ളൂ ഞാൻ ഫുഡ് കഴിക്കല് കേട്ടോ. അങ്ങനെ മഴ കുറേ ദിവസമായി ഞങ്ങളെ വന്ന് പറ്റിച്ച് പോണു കേട്ടോ. അതാ ഇപ്പൊ പെയ്യും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുട്ടി മൂടി ഇങ്ങനെ നിൽക്കും, പിന്നെ കിട്ടി തെളിയണവും കാണാട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങള് പ്രതീക്ഷക്ക് വക ആയി എന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊന്ന് ചാറി, അതും ഞങ്ങളെ കാണിച്ച് കൊതിപ്പിച്ച് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ മാതിരിയായി. നല്ലൊരു മഴയൊന്നും പെയ്തില്ല, ചെറുതായിട്ടൊന്ന് ചാറി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ വീണ്ടും നല്ലൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ അയച്ച് ഇൻഷാല്ലാ ഉടനെ തന്നെ കാണാം. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യാം. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.